കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേഗം വരുന്ന രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയത്തിന് ഒരു ടൈറ്റിൽ കൊടുത്താൽ വിശുദ്ധ മറിയം ഭാഗ്യവതി അല്ലെന്നോ എന്നൊരു ചോദ്യമാണ് ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യേശുവിൻ്റെ അമ്മ മറിയയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒട്ടനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ മറിയ ഭാഗ്യവതിയാണ് എന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു വേദഭാഗം ഞാൻ പ്രാരംഭമായിട്ട് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി വരും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ ഇവിടെ മറിയയെക്കുറിച്ച് ദൈവവചനം അശേഷം മായം ചേർക്കാതെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, അവൾ ഭാഗ്യവതിയാണ് എന്ന്. ഈ വേദഭാഗം കണ്ടിട്ട് കാണാതെ നമുക്ക് പോകാൻ കഴിയുമോ? കാണാതെ നടിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. വിശുദ്ധ മറിയ ഭാഗ്യവതി തന്നെയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് അവൾ ഭാഗ്യവതി ആയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ വേറെയും മറിയമാരുണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്ന സ്ത്രീകളിൽ വേറെയും മറിയ ഉള്ളതായിട്ട് നാം കാണുന്നുണ്ട്. അല്ലെങ്കിൽ സാറാമ എന്നോ അന്നമ്മ എന്നോ ശോശാമ എന്നോ ഒക്കെ പേരുള്ള അനേകര് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ആർക്കും യേശുവിനെ ചുമക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. പിന്നെ ആർക്കാ കിട്ടിയത്? ഈ മറിയയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ അവൾ ഭാഗ്യവതിയല്ലേ? നിശ്ചയമായും ഭാഗ്യവതി. വേറെ ആർക്കും ഈ ഭാഗ്യം ലഭിച്ചില്ല. ഈ ഭാഗ്യം മറിയയ്ക്ക് മാത്രമാണ് ലഭിച്ചത്. പിന്നെ തിട്ടമായിട്ട് പറഞ്ഞാൽ അവൾ ഭാഗ്യവതി തന്നെയാണ്. എന്നാൽ ഞാനിത് പറയുമ്പോൾ തന്നെ മറിയയെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായി ഓർപ്പിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. മറിയ വിശുദ്ധയാണ് എന്ന് ഞാൻ പറഞ്ഞു, അല്ലേ? വിശുദ്ധയായ മറിയ. എന്നാൽ മറിയയ്ക്ക് അർഹമായ ബഹുമാനം നാം കൊടുക്കുമ്പോൾ തന്നെയും മറിയയ്ക്ക് അർഹമല്ലാത്ത ബഹുമാനം നാം കൊടുക്കുന്നുണ്ടോ? അത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മറിയ വിശുദ്ധയാണെന്നല്ലാതെ പരിശുദ്ധയാണ് എന്ന് ബൈബിൾ പറയുന്നില്ല. കാരണം ബൈബിളിൽ 2 സ്ഥലത്ത് പരിശുദ്ധൻ ആരാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ വേദഭാഗം ഒന്ന് നോക്കാം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് 15:4. അതെ, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും, നീയല്ലോ ഏക പരിശുദ്ധൻ. ഇനി 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും കൂടെ നോക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവിടെ ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞാണ് വേദഭാഗം ആരംഭിക്കുന്നത്. അവിടെ ഇങ്ങനെ അവൾ പറയുന്നു: യഹോവയെ പോലെ പരിശുദ്ധനില്ല, നീ അല്ലാതെ ഒരുത്തനുമില്ലല്ലോ. അപ്പോൾ ഈ 2 വേദഭാഗത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അത് ഒരാളേ ഉള്ളൂ. ആരാണ്? ദൈവം. ദൈവം മാത്രമാണ് പരിശുദ്ധൻ. ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായ ഭാഷയിൽ തെറ്റുകൂടാത്ത നിലയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, ദൈവം മാത്രമാണ് പരിശുദ്ധൻ, വേറൊരു പരിശുദ്ധനില്ല. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ അമ്മയെ പരിശുദ്ധ എന്ന് വിളിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ അമ്മ ഭാഗ്യവതിയാണ്, യേശുവിൻ്റെ അമ്മ വിശുദ്ധയാണ്. പക്ഷേ യേശുവിൻ്റെ അമ്മ പരിശുദ്ധയാണെന്ന് പറയാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം,
യേശുവിൻ്റെ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാമോ? നല്ലൊരു ചോദ്യമാണ്. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശുവിൻ്റെ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാമോ? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യോഹന്നാൻ 14-ന്റെ 13ഉം 14. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അപ്പോൾ ഇവിടെ നാം കാണുന്നത് എന്താണ്? ആരുടെ നാമത്തിലാണ് അപേക്ഷിക്കേണ്ടത്? ആരുടെ നാമത്തിലാണ് അപേക്ഷിക്കേണ്ടത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. വേറൊരു നാമത്തിലും അപേക്ഷിക്കാനായിട്ട് ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. വേറൊരു നാമത്തിലും അപേക്ഷിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. ഇനി ഒരു പേജും കൂടെ മറച്ചു കഴിയുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഒന്ന് നോക്കിക്കേ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ആരുടെ നാമത്തിൽ അപേക്ഷിക്കണ്ടേ? വ്യക്തമായിട്ട് അർത്ഥശങ്കയ്ക്ക് പോലും ഇടയില്ലാതെയാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്. ആരുടെ നാമത്തിലാണ് അപേക്ഷിക്കേണ്ടത്? എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നാമം. അപ്പോൾ അതുകൊണ്ട് നാം അർപ്പിക്കുന്ന പ്രാർത്ഥനയും നാം അർപ്പിക്കുന്ന ആരാധനയും നാം അർപ്പിക്കുന്ന സ്തുതികളും സ്തോത്രവും എല്ലാം ആരുടെ നാമത്തിലേ ചെയ്യാവൂ? യേശുവിൻ്റെ നാമത്തിലേ ചെയ്യാവൂ. യേശുവിൻ്റെ അമ്മ നല്ലൊരു സ്ത്രീയാണ്. യേശുവിൻ്റെ അമ്മ മാനിക്കപ്പെടേണ്ട ഒരു വനിതയാണ്. യേശുവിൻ്റെ അമ്മ ആദരിക്കപ്പെടേണ്ട ഒരു മഹതിയാണ്. പക്ഷേ യേശുവിൻ്റെ അമ്മ ആരാധിക്കപ്പെടേണ്ട ആളല്ല. ആരാധന യേശുക്രിസ്തുവിന് മാത്രമാണ്. നമുക്ക് നോക്കാം, മത്തായി സുവിശേഷം 4-ാം അധ്യായം നോക്കിക്കേ. അവിടെ ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവിടെ നാം എന്താ വായിക്കുന്നത്? യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആരെയാണ് ആരാധിക്കേണ്ടത്? ആരെയാണ് ആരാധിക്കേണ്ടത്? അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരെ മാത്രം? യേശുവിനെ മാത്രം. തന്നെയല്ല, മത്തായി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വിദ്വാൻമാര് യേശു കുഞ്ഞിനെ കാണാനായിട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവര് 2-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യം നോക്കിയേ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. നോക്കുക, യേശു കുഞ്ഞ് കിടന്ന ആ വീട്ടിൽ വിദ്വാൻമാര് വന്നു. അവരാരെ കാണാനാ വന്നത്? വ്യക്തമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും. അതിൻ്റെ അതെ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലെ 1-ാം വാക്യം നാം വായിക്കുമ്പോൾ 1ഉം 2ഉം വാക്യങ്ങൾ. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കും. ചില ആളുകൾ പറയുന്നുണ്ട്, യേശുവിനെ നമസ്കരിക്കാനായിട്ട് മുട്ടുമടക്കിയപ്പോ ആ നമസ്കാരം, ആ ആരാധന മറിയയ്ക്കും കൂടെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്നാൽ നമുക്ക് വിദ്വാൻമാരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ ആരെ നമസ്കരിക്കാനാ വന്നത്? അവർ വ്യക്തമായിട്ട് പറയും. ആരെ നമസ്കരിക്കാനാ വന്നത്? അവർ പറയുന്നത്, ഞങ്ങൾ യേശുവിനെ നമസ്കരിക്കാനായിട്ടാണ് വന്നത്. യേശുവിന്റെ നക്ഷത്രം കണ്ടു, കിഴക്ക് കണ്ടു, അവനെ നമസ്കരിക്കാനായിട്ട് വന്നിരിക്കും. ദൈവമക്കളെ, നിങ്ങൾ തെറ്റിപ്പോകരുത്. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് അത്രേ തെറ്റിപ്പോകുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. മത്തായി സുവിശേഷം 22-ന്റെ 29-ാമത്തെ വാക്യം. അതുകൊണ്ട് തിരുവെഴുത്തുകളെ അറിയാത്തവരായി തെറ്റിപ്പോകാനായിട്ട് ആവശ്യമില്ല. തിരുവെഴുത്ത് വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം.
അവർ ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവരെ നമസ്കരിച്ചു. നേ എന്നുള്ളത് രേ ആക്കിയാ മതി, അവരെ നമസ്കരിച്ചു എന്നാക്കിയാ മതി. പക്ഷെ അങ്ങനെ ആക്കാൻ പറ്റുമോ? അങ്ങനെ ആക്കിയോ? ഇല്ല, അങ്ങനെ ആക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ അങ്ങനെ ആക്കുന്നത്? അവരെ അല്ല, അവനെ നമസ്കരിച്ചു. അതുകൊണ്ട് ആരുടെ നാമത്തിൽ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ കണ്ടു, ആരുടെ നാമത്തിൽ നാം ആരാധിക്കണമെന്ന് കണ്ടു, ആരുടെ നാമത്തിൽ നാം സ്തോത്രം ചെയ്യണം, സ്തുതിക്കണമെന്ന് നാം കണ്ടു. മറിയ നല്ല ഒരു സഹോദരിയാണ്, മാനിക്കപ്പെടേണ്ട ഒരു സ്ത്രീ രത്നമാണ് മറിയ. ഞങ്ങൾ വളരെയധികം മാനിക്കുന്ന ഒരാളാണ് മറിയ. പക്ഷേ മറിയയ്ക്ക് യോജിക്കാത്ത മാനം നാം കൊടുക്കാൻ പാടില്ല. അവൾക്ക് അനുയോജ്യമായ എല്ലാ ബഹുമാനവും നമുക്ക് കൊടുക്കാം. അനുയോജ്യമല്ലാത്ത ബഹുമാനം നാം കൊടുത്താൽ അത് ബഹുമാനിക്കലല്ല, അല്ലെങ്കിൽ അത് പുകഴ്ത്തലല്ല, അതൊരു ഇകഴ്ത്തലായി മാറും. അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. വരുന്ന ആളുകളിൽ നമുക്ക് ദൈവവചനം പറയുന്നത് കേൾക്കാം. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, ആരെയാണ് ആരാധിക്കേണ്ടത്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. മറിയ പാപിയാണോ? മറിയ പാപിയാണോ? നമുക്ക് ഒരു വേദഭാഗം നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 47-ാം വാക്യം. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കും. ആരാ ഇത് പറയുന്നേ? യേശുവിന്റെ അമ്മ മറിയ. എന്താണ് യേശുവിന്റെ അമ്മ മറിയ പറഞ്ഞത്? എനിക്കും ഒരു രക്ഷിതാവുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശുവിന്റെ അമ്മയ്ക്കും ഒരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവിൽ അവൾ ഉല്ലസിക്കുന്നു. ആർക്കാ രക്ഷിതാവുള്ളത്? ദൈവവചനം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, രക്ഷിതാവ് വേണ്ടത് ആർക്കാ? പാപിക്ക്. പാപിക്ക്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ വന്നു. അങ്ങനെയാണെങ്കിൽ മറിയയും സാധാരണ മാതാപിതാക്കളിൽ ജനിച്ച പാപിയായ ഒരു വനിതയാണ്. അവൾക്കും രക്ഷകനെ ആവശ്യമുണ്ട്. അവളും നമ്മെപ്പോലെ തന്നെ പാപിയാണ്. അല്ലാതെ അവൾക്ക് വേറിട്ട ഒരു ജനനം കിട്ടിയവളല്ല. തന്നെയല്ല, അവൾ സ്വർഗാരോഹണവും ചെയ്തിട്ടില്ല. സ്വർഗാരോഹണം ചെയ്തത് യേശുക്രിസ്തു മാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നാം വായിച്ചാൽ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോയവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അബദ്ധസഞ്ചാരം ചെയ്യരുത്. ദൈവവചനം ഇത്ര വ്യക്തമായിട്ട് നമ്മുടെ കയ്യിലുള്ളപ്പോൾ അബദ്ധസഞ്ചാരം ചെയ്യരുത്. നിങ്ങൾക്ക് ശരിയായ നിലയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ നിലയിൽ കർത്താവിനെ സേവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.